പുതുപ്പാടിയിൽ നിന്നും മനസാക്ഷിയെ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മകൻ ഉമ്മയെ വെട്ടിക്കൊന്നിരിക്കുന്നു. ഇതിൽ വലിയ പുതുമയൊന്നും ഇല്ലാതായിരിക്കുന്നു. കാരണം ദിവസം നമ്മൾ കേൾക്കുന്നത് ഇത്തരം സംഭവങ്ങളാണ്. മനസാക്ഷിയുള്ളവർക്ക് ചങ്ക് തകർക്കുന്ന വാർത്ത തന്നെയാണ്. താമരശ്ശേരി പുതുപ്പാടിയിലെ സുബൈദ എന്ന വീട്ടമ്മയെയാണ് മകൻ വെട്ടിക്കൊന്നത്. കുറച്ചു നാളുകളായി ബ്രെയിൻ ട്യൂമർ ആയിരുന്നു സുബൈദക്ക്. ഈ സമയങ്ങളിൽ തനിക്ക് താങ്ങും തണലുമാവേണ്ട തൻ്റെ പൊന്നുമോൻ മയക്കുമരുന്നിന് അടിമയായി പോയി എന്ന ബോധം അവരെ വല്ലാതെ തളർത്തിയിരുന്നു. കുട്ടിക്കാലത്ത് തന്നെ ഉപ്പ നഷ്ടപ്പെട്ടു പോയ മകനെ വളരെ കഷ്ടപ്പെട്ടാണ് സുബൈദ വളർത്തിയത്. ജോലിക്ക് പോയാണ് കുട്ടിയെ വളർത്തിയത്. അവൻ വളർന്നു വലുതായി ഒരു ജോലിയൊക്കെ നേടിയാൽ തനിക്ക് വിശ്രമിക്കാം, അവനൊരു തണലായി മാറുമെന്ന പ്രതീക്ഷയിലായിരുന്നു സുബൈദ. അതുകൊണ്ട് തന്നെ അവൻ്റെ സ്കൂൾ പഠനത്തിൽ ഒരു മുട്ടും വരുത്തിയിരുന്നില്ല. അവന് പഠിക്കാൻ വേണ്ട എല്ലാ സഹായവും ചെയ്തു കൊടുത്തു. SSLCയും +2 ഒക്കെ പാസ്സായപ്പോൾ ഉമ്മക്ക് വലിയ സന്തോഷമായിരുന്നു. തൻ്റെ മകനിലൂടെ താൻ രക്ഷപ്പെട്ടുകൊള്ളും, തൻ്റെ കഷ്ടപ്പാടുകളും പ്രശ്നങ്ങളും ദുരിതങ്ങളും എല്ലാം മാറും. അവൻ ആ ഉമ്മയുടെ വലിയൊരു പ്രതീക്ഷ തന്നെയായിരുന്നു, സ്വപ്നം തന്നെയായിരുന്നു. +2 കഴിഞ്ഞ് JDTയിൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയ്ക്ക് വേണ്ടി ചേർത്തു. ഒരുപാട് പേരിൽ നിന്ന് കടം വാങ്ങിയാണ് അവനെ അവിടെ ചേർത്തിയത്. 1.5 ലക്ഷം രൂപയായിരുന്നു അവൻ്റെ ഫീസ്. അതിലേറെയും കടമായിട്ടും സുബൈദ യാതൊരു മടിയും കൂടാതെയാണ് അവനെ അവിടെ ചേർത്തിയത്. അവൻ്റെ വണ്ടിക്കൂലിയും ഭക്ഷണത്തിൻ്റെ ചിലവുമൊക്കെ സുബൈദക്ക് താങ്ങാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു. എങ്കിലും അവർ മകൻ്റെ ഒരു ആവശ്യത്തിനും മുട്ടുവരുത്തിയില്ല. പല കാര്യങ്ങൾ പറഞ്ഞും പണം വാങ്ങുന്നത് പതിവായിരുന്നു. എന്തിനാണിതെന്നൊക്കെ ചോദിച്ചാൽ ഉമ്മക്ക് അറിയാത്ത ഭാഷയിൽ എന്തൊക്കെയോ പറയും. എങ്കിലും അവർ അവനെ സംശയിച്ചില്ല. അവൻ ഒരിക്കലും തെറ്റിലേക്ക് പോവില്ല എന്ന ഒരു വിശ്വാസമായിരുന്നു. അവനറിയാമല്ലോ, എനിക്ക് അവൻ മാത്രമേയുള്ളൂ. പക്ഷേ പിന്നെ അവൻ്റെ പണത്തിൻ്റെ ആവശ്യം കൂടിക്കൂടി വന്നു. ആവശ്യങ്ങളെല്ലാം നികത്തിക്കൊടുക്കാൻ അവർക്ക് പറ്റാതെയായി. അപ്പോഴവൻ വയലൻ്റ് ആവാൻ തുടങ്ങി. വീട്ടിലെ സാധനങ്ങളൊക്കെ നശിപ്പിക്കാൻ തുടങ്ങി. അവൻ്റെ സ്വഭാവത്തിലൊക്കെ മാറ്റം വരുന്നത് സുബൈദ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ദേഷ്യം വരികയും എടുത്തെറിയുകയും ഒക്കെ ചെയ്യുന്നു. ചില സമയങ്ങളിലൊക്കെ അവൻ നല്ല കുട്ടിയായിരിക്കും. അപ്പോൾ ഞാൻ അവനോട് സംസാരിക്കും, അതെല്ലാം അവൻ കേട്ടിരിക്കും. പക്ഷെ ചില സമയങ്ങളിൽ ഞാൻ എന്ത് പറഞ്ഞാലും അവന് ദേഷ്യമാണ്. അവൻ എന്നെ രൂക്ഷമായിട്ട് നോക്കും. അപ്പോൾ എനിക്ക് പേടിയാണ്. അവൻ അപ്പോൾ വല്ലാത്തൊരു ഭാവമായി മാറും. അങ്ങനെ അവർ അന്വേഷിച്ചപ്പോഴാണ് അവൻ ലഹരി മരുന്നിൻ്റെ അടിമയാണെന്ന് മനസ്സിലാകുന്നത്. അന്ന് ശരിക്കും തളർന്നു പോയതാണ്. പിന്നീട് അവനെ ഓർത്ത് കരയാത്ത ഒരു ദിവസങ്ങൾ പോലുമില്ല. ഇനി എന്തു ചെയ്യും, ഏത് ചെയ്യും, എങ്ങോട്ട് പോകും, തനിക്ക് തൻ്റെ മകനെ നഷ്ടപ്പെട്ടു പോകുവാണല്ലോ എന്ന ചിന്തയിൽ ഇങ്ങനെ ഉയരുമ്പോഴാണ് ഡി അഡിക്ഷൻ സെൻ്ററിനെ കുറിച്ച് കേൾക്കുന്നത്. അങ്ങനെ അവനെ നിർബന്ധിച്ച് അവിടെ കൊണ്ടാക്കുകയായിരുന്നു. ആ സമയത്താണ് ബ്രെയിൻ ട്യൂമറിൻ്റെ അസ്വസ്ഥതകൾ ഏറിയേറി വന്നത്. പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണം. ഉമ്മയുടെ അസുഖ വിവരം അറിഞ്ഞാണ് ആഷിഖ് ഇവിടെ എത്തുന്നത്. സർജറി കഴിഞ്ഞ് നേരെ പോയത് അനിയത്തിയുടെ വീട്ടിലേക്കാണ്. അനിയത്തി ഷക്കീല ഭക്ഷണം പാകം ചെയ്തു കൊടുക്കാൻ പോകുന്ന ആളാണ്. സർജറി ചെയ്ത ഉടനെ അവൾ എല്ലാത്തിനും കൂടെ ഉണ്ടായിരുന്നു. പിന്നീട് അവൾ വീണ്ടും ജോലിക്ക് പോയി തുടങ്ങി. എല്ലാ ദിവസവും പുലർച്ചെ എഴുന്നേൽച്ച് ഭക്ഷണമൊക്കെ പാകം ചെയ്താണ് അവർ പോവാറുള്ളത്. അന്നും പതിവ് പോലെ പോകുമ്പോൾ സുബൈദയും ആഷിഖും കിടന്നുറങ്ങുന്നത് ഷക്കീന കാണുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ 4 ദിവസങ്ങളായി ആഷിഖ് പുറത്തായിരുന്നു, എവിടേക്കോ കറങ്ങി വന്നതാണ്. തലേന്ന് രാത്രിയാണ് അവൻ എത്തിയത്. കുളിച്ച് ഭക്ഷണം കഴിച്ച് കിടന്ന കിടപ്പാണ്. അവനുമായി ഒരിക്കലും മുടക്കിന് നിൽക്കരുതെന്ന് ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ട്. അവന് വയലൻ്റ് ആയാൽ അവനല്ലാതായി മാറും. പിന്നീട് അവൻ എന്താണ് ഏതാണ് ചെയ്യുന്നത് എന്നൊന്നും പറയാൻ പറ്റില്ല. ഈ സമയത്ത് സുബൈദക്ക് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റില്ല, സംസാരിക്കാനും പറ്റില്ല. പക്ഷെ മകൻ്റെ ഈ ഒരു അവസ്ഥക്ക് വെന്തു നീറിയുള്ള ജീവിതമാണ് അവർക്ക്. ഈ ഒരു അവസ്ഥയിൽ നീ ഇങ്ങനെ കരയല്ലേ, വന്നുപോയ ഈ ഒരു അവസ്ഥയൊന്ന് മാറട്ടെ. നീ ഇങ്ങനെ കരയുകയും പരിതപിക്കുകയും ചെയ്താൽ നിന്റെ അസുഖം ഒരിക്കലും മാറില്ല. പക്ഷേ ഞാൻ എന്ത് ചെയ്യാനാണ്, എനിക്കൊരു മകനല്ലേ ഉള്ളൂ, അവൻ ഇങ്ങനെ ആയിപ്പോയില്ലേ. എത്രയൊക്കെ കഷ്ടപ്പാടുകൾ വന്നപ്പോൾ ഭർത്താവ് ഇട്ടേച്ചു പോയപ്പോഴും എനിക്ക് ഇത്രത്തോളം വിഷമം തോന്നിയില്ല. പക്ഷെ എൻ്റെ ജീവൻ്റെ ജീവനായ മകൻ, എനിക്കെന്നും താങ്ങാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ച എൻ്റെ മകൻ ഇങ്ങനെ ആകുമ്പോൾ എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ എങ്ങനെയാണ് അത് കണ്ടു നിൽക്കുക? എന്തൊക്കെ പറഞ്ഞ് വേദനിച്ചിട്ടും ആഷിഖിൽ യാതൊരു മാറ്റവും വരുത്താൻ ആഷിഖ് തയ്യാറായിരുന്നില്ല. അവൻ്റെ ഉമ്മയുടെ വേദന മനസ്സിലാക്കാൻ പറ്റാതെയായി. അവൻ്റെ ശരീരത്തിൽ മരുന്നെത്തിയില്ലെങ്കിൽ ഉമ്മയും ബന്ധവുമൊന്നുമില്ല.
അവന്റെ ഈ അവസ്ഥക്ക് കാരണം ഉമ്മയാണെന്നാണ് അവൻ പറയാറ്. അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് ആർക്കും അറിയില്ല. അവനെ ഇത്രത്തോളം സ്നേഹിച്ചു പോയതുകൊണ്ടോ, അവൻ്റെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി കൊടുത്തതുകൊണ്ടോ, അവനെ അത്രത്തോളം വിശ്വസിച്ചതുകൊണ്ടോ എന്തോ അറിയില്ല. ആഷിഖ് ലഹരി മരുന്നിൽ ബോധമില്ലാതെയല്ല അമ്മയെ കൊന്നത്. അവന് നല്ല ബോധത്തോടു കൂടിയാണ്. അടുത്ത വീട്ടിൽ പോയി തേങ്ങ പൊതിക്കാനെന്ന വ്യാജേന കത്തി മേടിക്കാനുള്ള ബോധമൊക്കെ അവനുണ്ട്. അത് മാത്രമല്ല, എത്ര ലഹരിയിലാണെങ്കിലും അവന്റെ ഉമ്മനെ അവന് മനസ്സിലാവില്ലേ? അവൻ ഈ ലോകത്ത് അവരല്ലാതെ ആരാണുള്ളത്? എത്ര വലിയ ക്രൂരതയാണ് അവൻ ചെയ്തത്. ഉപ്പയില്ലാമിന്നിട്ടും വളരെ കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ടുവന്നതിനുള്ള ശിക്ഷയാണോ? അവരുടെ ഗർഭപാത്രത്തിൽ 10 മാസം കിടന്ന് വേദന സഹിച്ച് പ്രസവിച്ചതിന്റെ ശിക്ഷയാണോ? എന്തായാലും ആഷിഖ് ആ ക്രൂരത കാണിച്ചു, കൊടും ക്രൂരത. സുബൈദയുടെ കരച്ചിൽ കേട്ടാണ് അയൽവാസികൾ ഓടിയെത്തിയത്. ജനലും വാതിലുമൊക്കെ അടച്ചിട്ട നിലയിലായിരുന്നു. അവർ കൊട്ടി വിളിച്ചതിന്റെ ഫലമായി അവൻ ജനൽ തുറന്നു. ചോരയിൽ കുളിച്ചു നിൽക്കുന്ന ആഷിഖിനെയാണ് കണ്ടത്. ഞാൻ എൻ്റെ ഉമ്മയെ വെട്ടി. ഒരു കൂസലുമില്ലാതെയാണ് അവൻ അങ്ങനെ പറഞ്ഞത്. എന്നിട്ട് അവൻ വാതിൽ തുറന്നു. ആർക്കാണ് കത്തി വേണ്ടത് എന്ന് ചോദിച്ചാണ് പുറത്തിറങ്ങിയത്. അവിടെ നിന്നും രക്ഷപ്പെടണമെന്ന ബോധവും അവനുണ്ട്. അപ്പോൾ അവൻ ബോധമില്ലാതെ കൊന്നതല്ല. പിന്നെ ഒരു കാര്യം, നമ്മുടെ നാട്ടിൽ ലഹരി മരുന്നിന്റെയും മയക്കുമരുന്നിന്റെയും ഒരു മാഫിയ തന്നെ വളരുന്നുണ്ട്. കൊച്ചുകുട്ടികളെയും സ്ത്രീകളെയും ലക്ഷ്യം വെച്ചുകൊണ്ടും അവരുടെ മറവിലാണ് ഇവർ കച്ചവടം നടത്തുന്നത്. നമ്മുടെയൊക്കെ കുട്ടികൾ ഈ സമൂഹത്തിൽ എങ്ങനെ വളരും? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. ഈ ഒരു കാര്യം ഉന്മൂലനം ചെയ്തിട്ടില്ലെങ്കിൽ, ഇവിടെ നിന്ന് അത് എടുത്തു മാറ്റിയിട്ടില്ലെങ്കിൽ, നമ്മൾ ഓരോരുത്തരും പേടിച്ച് തന്നെ നീറി നീറി ജീവിക്കണം. നാളെ നമ്മളുടെ കുട്ടികൾ, അതല്ലെങ്കിൽ അയൽവാസികൾ, അതല്ലെങ്കിൽ സുഹൃത്തുക്കൾ, അതല്ലെങ്കിൽ ബന്ധുക്കൾ എപ്പോൾ വേണമെങ്കിലും നമ്മളെ ആക്രമിക്കാം. ശരിക്കും ഇതിനൊക്കെയുള്ള ഉത്തരവാദികൾ നമ്മുടെ ഗവൺമെന്റ് തന്നെയാണ്. ഗവൺമെന്റും നീതിപീഠവും കണ്ണടക്കുന്നിടത്തോളം കാലം നമ്മുടെ നാട്ടിൽ ഇത്തരം ക്രൂരതകൾ പെരുകിക്കൊണ്ടേയിരിക്കും. അതിൽ പ്രതികരിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. ഓരോ ദിവസവും MDMA, മയക്കുമരുന്ന്, കഞ്ചാവ് ഇങ്ങനെയുള്ള കേസുകളിൽ പിടിയിലാവുന്നവർ എത്ര പേരാണ്? അതിൽ എത്ര പേർ ശിക്ഷിക്കപ്പെടുന്നുണ്ട്? ഇന്ന് ആഷിഖിനെ പോലെയുള്ള എത്ര കുട്ടികൾ ഇങ്ങനെ തയച്ചു വളരുന്നുണ്ട്? അതിൽ മനം തൊന്ന് ജീവിക്കുന്ന എത്ര സുബൈദമാർ ഇന്നുണ്ട്? ഇന്നത്തെ കാലത്ത് മാതാപിതാക്കൾക്ക് നമ്മുടെ കുട്ടികളെ കുറിച്ച് സ്വപ്നം കാണാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. അവരുടെ ഉപദേശമില്ലായിട്ടും അവരുടെ സ്നേഹമില്ലാഞ്ഞിട്ടും ഒന്നുമല്ല കുട്ടികൾ ഇത്തരം പ്രവണതയിലേക്ക്, ഇത്തരം വലയിലേക്ക് ചെന്നു ചാടുന്നത്. മോഹന വാഗ്ദാനങ്ങളും കാണിച്ച് പുറത്ത് ഇവർ വല വിരിച്ച് കാത്തിരിപ്പുണ്ടാവും. അവരുടെ വലയിൽ ചെന്ന് വീണുകൊടുക്കുക മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. നാളെ അവരൊരു ഹൃദുവും ആഷിഖുമൊക്കെ ആയിട്ട് മാറും. ഇതേപോലുള്ള ഒരു വാർത്തകളിൽ നിറഞ്ഞു നിൽക്കാൻ നമ്മുടെ മക്കളെ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ആദ്യം ഇത്തരം മാഫിയകളെയാണ് നമ്മൾ ഇവിടെ നിന്ന് ഉന്മൂലനം ചെയ്യേണ്ടത്.